വെറുതെയല്ല ഭാര്യ. രചന ഷാരിലി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. നിലം തുടക്കിയായിരുന്ന അവളെ അച്ഛൻ വഴക്കു പറയുന്ന കണ്ടുകൊണ്ടാണ് 2 വർഷങ്ങൾക്ക് ശേഷമുള്ള തന്റെ തിരിച്ചുവരവ്. കൈ സാരി തലപ്പിൽ തുടച്ച് തന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴും ആ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു നിന്നിരുന്നു. അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുറിയിലേക്ക് നടക്കുമ്പോഴും നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കാൻ വാക്കുകൾ മടി കാണിച്ചു നിന്നു. ഇവളുടെ ഈ കോലവും കണ്ണുനീരും നേരിട്ട് കണ്ടിട്ടും തന്റെ ചോദ്യം ചിലപ്പോൾ അവൾക്കൊരു പരിഹാസമായി തോന്നിപ്പോയെങ്കിൽ തന്റെ കണ്ണുകൾ അവളുടെ നെഞ്ചിലെ വേദനകളിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോഴും അവളിലൊരു പുഞ്ചിരി മാത്രമേ മുഖത്ത് വിരിഞ്ഞുള്ളൂ. താൻ മനസ്സിൽ പറഞ്ഞ് തന്റെ മുഖത്തുനിന്ന് അവൾ വായിച്ചിരിക്കുക. വീണ്ടും തന്റെ കൈകൾ അവളുടെ മുടിയിഴകളിൽ തലോടിയപ്പോൾ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, ഏട്ടൻ്റെ ഈ സ്നേഹം മാത്രം മതി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ, മറ്റൊന്നും എനിക്ക് വേണ്ട. അവൾ 2 കൈയാലും ചേർത്ത് തന്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചപ്പോൾ അവളുടെ കണ്ണിൽ നിന്നുതിർന്ന കണ്ണുനീരിന് വല്ലാത്തൊരു ചൂടായിരുന്നു. എവിടെയോ ചുട്ട് നീറുന്നു. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് വിഷമായോ? ഇല്ല ഏട്ടാ, എൻ്റെ കൂടെ എൻ്റെ ഏട്ടനില്ലേ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നിട്ടും ഈ വീട്ടിൽ അവൾ ഒറ്റക്കാണെന്ന് അവളുടെ വാക്കിൽ നിന്ന് സാജൻ മനസ്സിലാക്കിയിരുന്നു. ദിവസവും ഫോൺ ചെയ്യുമ്പോൾ പോലും അവൾ ഇവിടുത്തെ ഒരു കാര്യവും തന്നോട് പറയാറില്ല. തന്നിൽ നിന്നെല്ലാം അവൾ മറച്ചു വെച്ചാണെന്ന് അവളുടെ കണ്ണുനീരിൽ അവന് വ്യക്തമായിരുന്നു. അല്ലെങ്കിൽ അവൾ എന്നാണ് സ്വന്തം വേദനകൾ തന്നോട് പറഞ്ഞിട്ടുള്ളത്? ആ പാവത്തിനൊടുക്കാൻ ഒരു നല്ല സാരി പോലുമില്ല. നരച്ച് നിറമങ്ങിയ ജാക്കറ്റിന്റെ കളർ ഏതാണെന്ന് പോലും തനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് തനിക്ക് അവരോട് ഒരു ചെറിയ ചോദ്യം പോലും ചോദിക്കാൻ കഴിയാത്തത്? അവളെൻ്റെ ഭാര്യയാണ്. അപ്പോൾ അമ്മക്കും അച്ഛനും എന്നെ പോലെയല്ലേ ഇവളും? പെറ്റമ്മയെയും അച്ഛനെയും കൂടപ്പിറപ്പുകളെയും അകറ്റി നിർത്താതിരുന്ന് അവരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണെന്ന് എന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല? തൻ്റെ സ്നേഹം അവർ മുതലെടുക്കുകയാണ്. അതിന് ഈ പാവത്തിൻ്റെ കണ്ണീരിൽ കുളിച്ചുകൊണ്ടാകുമ്പോൾ നെഞ്ച് നീറുകയാണ്. ഞാൻ അയക്കുന്ന പണം മുഴുവനും അമ്മയും അച്ഛനും പെങ്ങളും കൂടി എന്താണ് അപ്പോൾ ചെയ്യുന്നത്? വീടിനുള്ള കടമെല്ലാം വീടേണ്ട സമയമായല്ലോ ഈശ്വര. ഇവളെ ഈ നരകത്തിലിട്ടുകൊണ്ടാണല്ലോ ഞാൻ അവിടെ കഷ്ടപ്പെടുന്നത്. അവളുടെ മുടിയിൽ തഴുകുന്നതിനിടയിൽ സാജൻ അവളുടെ പിൻകഴുത്തിലെ കറുത്ത പാട് കണ്ട് ചോദിച്ചു, എന്തു പറ്റിയതാ ശ്യാമേ നിന്റെ കഴുത്തിലെ ഈ പാട്? മറുപടി പറയാതെ മൗനമായി കിടന്ന അവളോട് സാജൻ ചോദ്യം ആവർത്തിച്ചപ്പോൾ വിങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു, അത് മുക്കുമാല ഇട്ടതിൻ്റെയാ. അപ്പോൾ നിന്റെ താലിമാല? അത് മീനുവിൻ്റെ വീടിൻ്റെ മെയ്വാർക്കൊക്കെ പണയം വെച്ച്. ആര്? അമ്മ. എന്നോട് ചോദിക്കാതെയോ? നീ വന്നേ, ഇപ്പൊ തന്നെ അമ്മയോട് ചോദിക്കണം. ഞാൻ കഷ്ടപ്പെടുന്ന എൻ്റെ ഭാര്യയ്ക്കും കൂടിയാ. മനസ്സിൽ രോഷൻ തലയെടുപ്പോടെ പുറത്തു വന്നെങ്കിലും അവൾ അതിലും തന്നെ പിന്തിരിപ്പിച്ചു. ഏയ് അത് വേണ്ട ഏട്ടാ, ഏട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ അറിയുവാൻ അവന് കഴിഞ്ഞുള്ളൂ. പുറത്തുപോയി തിരിച്ചു വന്ന അമ്മയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത്. ആരാടിയാത്ത്? ഞാനില്ലാത്ത നേരം നോക്കി നീ വല്ലവനെ പിടിച്ചു കയറ്റിയോ? തന്റെ മുഖം കണ്ടതും ചാണകത്തിൽ ചവിട്ടിയപ്പോൾ അമ്മയുടെ മുഖം ഇത്ര പെട്ടെന്ന് മാറുമെന്ന് അവനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അമ്മയുടെ മോൻ എത്തിയോ? രാത്രിയിലേ വരുള്ളൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ നമ്മുടെ ശശിയുടെ കാറെ ഏൽപ്പിക്കാൻ പോയതാ. അങ്ങേരെ എവിടെ പോയി? ആര് എന്നുള്ള എന്റെ ചോദ്യത്തിനുള്ള മറുപടി പരിഹാസം മാത്രമായിരുന്നു അമ്മയുടെ വായിൽ നിന്ന് വീണത്. നിന്റെ അച്ഛൻ ഒന്നിനും കൊള്ളാത്ത അങ്ങേരിത് എവിടെ പോയി കിടക്കുക? ഞാൻ കണ്ടു അമ്മേ, ഞാൻ വരുമ്പോൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടാണോ അങ്ങേരി തെണ്ടാൻ പോയത്? ഇങ്ങ് വരട്ടെ, നല്ല ഞാൻ കൊടുക്കുന്നുണ്ട്. മീനുവിന്റെ പുരപ്പണി നടക്കുക. വെറുതെ ഇരിക്കുന്ന സമയം അവിടെ പോയി നോക്കാൻ പറഞ്ഞ അതിനൊന്നും നിന്റെ അച്ഛന് സമയമില്ല. 24 മണിക്കൂർ വറീതിന്റെ ചായപ്പീടിയിൽ പോയി വാചാടിക്കാൻ സമയമുണ്ട്. അതുപോട്ടെ, മോനിങ്ങ് വന്നേ, അമ്മ ചോദിക്കട്ടെ, മോൻ എത്ര നാൾ ലീവുണ്ട്? 10 ദിവസം ജോലി മാറ്റേ അമ്മേ.
അപ്പൊ നാട്ടിലൊന്ന് വന്ന് എല്ലാവരെയും കണ്ടിട്ട് പോകാന്ന് കരുതി വന്നതാ. ഹാവു, അപ്പൊ 10 ദിവസം കഴിഞ്ഞ് പോവല്ലേ? നീ അയക്കണ പൈസ ഇല്ലെങ്കിൽ ഈ കുടുംബം എങ്ങനെയാ കഴിയുക? അമ്മയുടെ നീണ്ട നെടുവീർപ്പ് കണ്ടപ്പോൾ സാജന് തിരിച്ചു ചോദിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പറമ്പിലെ പിരിവ് നാട്ടുകാർക്കുള്ളതാണോ എന്ന്. ഇപ്പോഴുള്ള തൻ്റെ എടുത്തിയാട്ടം ഒന്നിനൊരു പരിഹാരമാവില്ല. എല്ലാം വളരെ ചിന്തിച്ചു വേണം ചെയ്യാൻ. മോൻ എന്താ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ലമ്മേ. എടി ശ്യാമേ, മോന് ചായ കൊടുത്തില്ലേ? ആ ദാ വരുന്നമ്മേ. അവളുടെ വാക്കുകളിൽ ഒട്ടും തന്നെ ഒരു പരിഭവം നിഴലിക്കാത്ത സാജനെ ആശ്ചര്യപ്പെടുത്തി. ചായ കുടിയെല്ലാം കഴിഞ്ഞ് മീനുവിനൊന്ന് കാണാമെന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് അമ്മയുടെ അടുത്ത ചോദ്യം. ഇവൾ എങ്ങോട്ടേ അണിഞ്ഞൊരുങ്ങി അവൻ അവൻ്റെ പെങ്ങളെ കാണാൻ പോണേന്? നീ കണ്ടില്ലേടാ അവളെ? അവൻ വരുമ്പോഴേക്കും വല്ല വായിൽ വെക്കാൻ കൊള്ളണ ഉണ്ടാക്കാൻ നോക്കാണ്ട് ഒരുങ്ങി ഇറങ്ങിക്കോളും. ഉടുത്ത സാരി അഴിച്ച് അഴയിലേക്കിട്ട് പകരം ആ പഴയ സാരി എടുത്ത് ഉടുക്കുമ്പോൾ കണ്ണു നിറഞ്ഞ് കാണാതിരിക്കാൻ മനഃപൂർവ്വം അവൾ തനിക്ക് മുഖം നൽകാതെ അടുക്കളയിലേക്ക് നടക്കുകയായിരുന്നു. പാവം, ഒന്ന് പൊട്ടിക്കരയാൻ കൂടി കഴിയാതെ ഉള്ളിൽ ഒതുക്കി നിൽക്കുന്നത് കാണുമ്പോൾ അവളെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന ചിന്ത മാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ. കൊണ്ടുവന്ന സാധനങ്ങളിൽ നിന്ന് അമ്മ മീനുവിനുള്ളത് മാറ്റിവെക്കുമ്പോൾ അറിയാതെ മനസ്സിൽ അളിയനെ തെറി പറയുകയായിരുന്നു. അങ്ങേര് ഗൾഫിൽ നിന്ന് വരുമ്പോൾ പുളിങ്കുരുവാണ് കൊണ്ടുവരുന്നത്. അമ്മയുടെ കൂട്ടിവെക്കൽ കണ്ടാൽ തോന്നും അവിടെ പട്ടിണിയാണെന്ന്. തീർന്നു, എല്ലാം ഇതോടെ തീർന്നു. വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞ് രാത്രി വൈകും വരെ അവൻ അവളുടെ കാലടികൾക്ക് വേണ്ടി കാതോർത്തിരുന്നു. കുളി കഴിഞ്ഞ് പഴയ സാരി തന്നെ ഉടുക്കാൻ തുടങ്ങി അവളുടെ കയ്യിലേക്ക് 1-2 സാരികൾ വെച്ച് നീട്ടിയപ്പോൾ, നല്ല സാരി കേട്ടാ, വീട്ടിലെടുത്ത് ചീത്തയാക്കേണ്ട എന്ന മറുപടി കാതിൽ കിടന്ന് മുഴങ്ങിക്കൊണ്ടിരുന്നു. നിർബന്ധിച്ച് അതിൽ നിന്ന് ഒന്നൊടുപ്പിച്ചപ്പോൾ തൻ്റെ പെണ്ണിനെ ആദ്യരാത്രി കണ്ടതിനേക്കാൾ ഭംഗിയുള്ള പോലെ തോന്നിയവന് ഇരുട്ടിൻ്റെ മറവിൽ തൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുന്ന അവളുടെ മൗനത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് താൻ കാതിൽ മെല്ലെ ചോദിച്ചു, നിന്നെ ഇവിടെ തനിച്ചാക്കി പോയതിൽ ഈ ഏട്ടനോട് തനിക്ക് ദേഷ്യം തോന്നില്ല ശ്യാമേ? അതെനിക്ക് ഈ ജന്മം കഴിയില്ല ഏട്ടാ. തൻ്റെ നെഞ്ചിൽ മുഖം ഒന്നുകൂടെ ചേർത്ത് വെച്ചുകൊണ്ട് അവൻ വേദനിപ്പിക്കാതെ ഒന്ന് കടിച്ചു. എനിക്കെൻ്റെ ഏട്ടൻ മതി. അതിനല്ലേ ദൈവൻ്റെ അമ്മയും അച്ഛനെയും തിരിച്ചു വിളിച്ചപ്പോൾ ഏട്ടനെ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയച്ചത്. അത് കേട്ടതും അവൻ അവൾ ഇരുകൈ കൊണ്ട് ചേർത്ത് വരിഞ്ഞു. ഇനി ഞാനൊരു സന്തോഷ വാർത്ത പറയട്ടെ. രാവിലെ തന്നെ പറയണമെന്ന് കരുതിയതാ. സന്തോഷമുള്ള കാര്യം പറയുമ്പോൾ അത് എതിരേൽക്കാൻ നിന്റെ മനസ്സുകൂടി സന്തോഷമായിരിക്കണ്ടേ? ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ കൂടെ നീയും കാണും. പുതിയ കമ്പനിയിൽ എനിക്ക് ഫാമിലി എലമെൻസ് ഉണ്ട്. ഇനിയുള്ള കാലമെങ്കിലും നിന്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ വീഴ്ത്താതെ നോക്കണം. അത് കേട്ടത് അവൾ എഴുന്നേറ്റ് കട്ടിലിൽ കുത്തിയിരുന്നു. ജനലഴിയുടെ കടന്നു വന്ന ചെറിയ വട്ടത്തിൽ അവളുടെ മുഖം അവൻ കണ്ടു. നീ കരയുകയാണോ? ശ്യാമൻ, നിനക്കെന്തൊരു സന്തോഷമില്ലാത്ത? ഒരുപാട് സന്തോഷമായി ഏട്ടാ. സന്തോഷം കൊണ്ടാ കണ്ണു നിറഞ്ഞത്. എന്നിരുന്നാലും ഞാൻ വരുന്നില്ല ഏട്ടാ. നിനക്കെന്താ വട്ടുണ്ടോ ശ്യാമൻ? ഇത്രയും നാൾ അനുഭവിച്ചൊന്നും പോരാന്നുണ്ടോ? ഏട്ടന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൾ തുടർന്ന്, അമ്മയും അച്ഛനും ഇല്ലാത്തവർക്ക് അതിൻ്റെ വേദന അറിയും. എനിക്കിന്നൊരമ്മയുണ്ട്, അച്ഛനുണ്ട്, ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭർത്താവുണ്ട്. എത്ര വഴക്ക് പറഞ്ഞാലും അമ്മ അമ്മ തന്നെയാണ്. ഏട്ടൻ്റെ അമ്മയെന്നാൽ തൻ്റെയും അമ്മയല്ലേ. അവരെ തനിച്ചാക്കി ഞാനെങ്ങനെയാണ് വരിക? അവരുടെ കാലം കഴിയുന്നവരെങ്കിലും ആ സ്നേഹം ഞാനൊന്ന് അനുഭവിക്കട്ടെ ഏട്ടാ. ഇതിൽ കൂടുതലൊരു അനാഥ പെണ്ണിന് എന്താണ് ആഗ്രഹിക്കാനുള്ളത്? എനിക്കറിയാമായിരുന്നു ജീവിതത്തിൽ മറ്റൊരു സ്ത്രീക്കും ഇവൾ പകരമാവാൻ കഴിയില്ലെന്ന സത്യം. ഇവളെപ്പോലെ ഇവൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ശ്യാമേ, അടുത്ത ജന്മത്തിലും നീ എൻ്റെ പെണ്ണായി തന്നെ ജനിക്കണം. അത് പിന്നെ പറയണോ ഏട്ടാ? അടുത്ത ജന്മം മാത്രമല്ല, ഇനിയുള്ള ജന്മം മുഴുവൻ ഞാൻ ഏട്ടൻ്റെ പെണ്ണ് തന്നെയാണ്. ആ പിന്നെ ഒരു കാര്യം വിട്ടുപോയി ശ്യാമേ. എന്താ ഏട്ടാ? അച്ഛൻ, അമ്മ, ഭർത്താവ്, അപ്പോൾ കുട്ടി വേണ്ടേ? അതെനിക്ക് ദൈവം തരും. ദൈവമല്ല, ഞാനാണ്. ഇങ്ങോട്ട് കിടക്ക് പെണ്ണേ. കട്ടിലിൽ കുത്തിരുന്ന ശ്യാമയെ തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിടുമ്പോൾ അതോടൊപ്പം കൈയെത്തിച്ച് ജനാലയുടെ കർട്ടൻ നീക്കിയിടാനും അവൻ മറന്നില്ല. മനസ്സമാധാനത്തോടു കൂടിയുള്ള ആ ഉറക്കത്തിൽ നേരം പുലർന്ന് അവൾ അറിഞ്ഞതേയില്ല. പകലിൻ്റെ സൂര്യകിരണങ്ങൾ മുറിയാകെ വിതറിയപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു. ചേട്ടാ, സമയം ഒരുപാടായല്ലോ, ഞാൻ എഴുന്നേൽക്കട്ടെ? അവിടെ കിടക്ക് പെണ്ണേ, കുറച്ച് കഴിഞ്ഞ് പോവാം. എഴുന്നേൽക്കാൻ തുടങ്ങിയ അവളെ അവൻ വീണ്ടും കരവലത്തിൽ ഒതുക്കി. അയ്യോ ഏട്ടാ, അമ്മ വഴക്ക് പറയും. ഇന്നൊരു ദിവസം നീ അടുക്കളയിൽ കയറില്ലെന്ന് വിചാരിച്ച് മാനടിഞ്ഞു വീഴാനൊന്നും പോകുന്നില്ല. ഒരു കള്ളച്ചിരിയോടെ ആ കൈത്തണ്ടയിൽ നുള്ളിക്കൊണ്ട് അവൾ എഴുന്നേറ്റപ്പോൾ അവളുടെ മുഖം നാണം കൊണ്ട് തുടുത്തിരുന്നു. കട്ടിലിൽ കിടന്ന സാരി വലിച്ചു വാരി എടുത്ത്, ഇപ്പോൾ വരാട്ടോ, ഏട്ടൻ കിടന്നോ എന്ന് നാണത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് ഓടുമ്പോൾ ഉള്ളിൽ രാത്രിയിലെ സ്വർഗാനുഭൂതിയിൽ പുളകം കൊള്ളുകയായിരുന്നവൻ. കൈയും കാലും മുഖവും കഴുകി അവൾ അടുക്കളയിലേക്ക് കയറിയപ്പോൾ അമ്മയുടെ മുഖം കടന്നിലൊത്തിയ പോലെ വീർത്തിരുന്നു. അത് ശ്രദ്ധിക്കാതെ സിങ്കിൽ കിടന്ന പാത്രങ്ങൾ കഴുകാൻ തുടങ്ങിയപ്പോഴാണ് അവൾ ഞെട്ടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് അമ്മയുടെ ഗർജനം. എന്താടി, കെട്ടിയ വന്നപ്പോ വീട്ടിലെ കാര്യമില്ല, നീ മറന്നുപോയോ? പോയി കുളിച്ചിട്ട് വാടി അസത്തെ. കിടക്കപ്പായിൽ നിന്ന് അതേപോലെ എഴുന്നേറ്റ് വന്നിരിക്കുന്നു. ഇവിടെയുള്ളവരെ മനുഷ്യരാ. ഒന്നും മിണ്ടാതെ പുറത്തെ ബാത്റൂമിലേക്ക് ഓടുമ്പോഴും
കണ്ണുകൾ ഏന്തി വലിച്ച് ഏട്ടനെ തിരയുകയായിരുന്നു. തലയിലൂടെ തണുത്ത വെള്ളം കോരിയൊഴിച്ചപ്പോൾ എന്തെന്നില്ലാത്തൊരു ആത്മസംതൃപ്തിയായിരുന്നു മനസ്സിനും ശരീരത്തിനും. തിരക്കിട്ട് ചായ ഉണ്ടാക്കി മുറിയിലേക്ക് ചെന്നപ്പോൾ ഏട്ടനെ അവിടെ കാണാതിരുന്ന് അവളിൽ ചെറിയ നിരാശയുണ്ടാക്കി. തിരിച്ചെന്ന് അമ്മയോട് കാര്യം തിരക്കിയപ്പോൾ അമ്മയുടെ മറുപടി അവൾ ഒട്ടും പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവനെന്താ എന്റെ മടിയിലാണോ? നീ ചോദിക്കുമ്പോൾ എടുത്തങ്ങ് തരാൻ പറമ്പിലെങ്ങാനും പോയി കാണും. സത്യത്തിൽ അവൻ പറമ്പിലേക്ക് പോയതായിരുന്നു. തന്റെ വരുമാനം കൊണ്ടല്ല ഈ കുടുംബം ജീവിച്ചു പോകുന്നതെന്ന് കൺകുളിർക്കെ കണ്ട് സന്തോഷിച്ചു. ചുറ്റിക്കറങ്ങിലെല്ലാം കഴിഞ്ഞ് തിരികെ വരുമ്പോഴും അവൾ അടുക്കളയിൽ തിരക്കിട്ട ജോലിയിലായിരുന്നു. ചായ തണുത്തു പോയിരുന്നെങ്കിലും ആ ചായക്കൊരു പ്രത്യേക രുചിയുണ്ടായിരുന്നു. കുളിയെല്ലാം കഴിഞ്ഞ് വസ്ത്രം മാറി അടുക്കളയിലേക്ക് വരുമ്പോൾ മനസ്സിൽ ചില ഉറച്ച തീരുമാനങ്ങൾ അവൻ എടുത്തിരുന്നു. ശ്യാമേ, നീ ഒന്ന് വേഗം റെഡിയായി, നമുക്കൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. തലതിരിച്ച് ശ്യാമ അമ്മയെ നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ നിഴലിച്ച പ്രതിബദ്ധത അവൾ തിരിച്ചറിഞ്ഞു. എനിക്കിവിടെ പണിയുണ്ട് ഏട്ടാ, ഏട്ടൻ പോയിട്ട് വാ എന്നവൾ പറഞ്ഞപ്പോൾ സ്വന്തം ഇഷ്ടത്തോടെയല്ല മറിച്ച് അമ്മയോടുള്ള ഭയമാണ് അവൾ ഇപ്രകാരം പറയാൻ പ്രേരിപ്പിച്ചതെന്ന് അവൻ ഊഹിച്ചെടുത്തു. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, നീ വേണം, അടുക്കളയിലെ കാര്യം അമ്മ നോക്കിക്കോളും എന്ന് പറഞ്ഞ അവൻ്റെ ശബ്ദത്തിലെ മുഴക്കം അമ്മക്ക് മറുപടി പറയാൻ പറ്റിയ തരത്തിലായിരുന്നില്ല. ഏട്ടൻ കൊണ്ടുവന്ന സാരിയും എടുത്ത് ആ കൈകളിൽ ചേർത്ത് പിടിച്ച് നടന്നകലുമ്പോൾ അമ്മ തന്നിലുള്ള കോപാഗ്നിയിൽ ജ്വലിച്ചങ്ങനെ നടപ്പുരയിൽ നിൽപ്പുണ്ടായിരുന്നു. ഏട്ടാ, അമ്മക്ക് ഇഷ്ടമായില്ല കേട്ടോ. നീ കണ്ടോ ശ്യാമേ, ഇനി അങ്ങോട്ട് ഒന്നും ഇഷ്ടാവും തോന്നുന്നില്ല. ഇനിയുള്ള ദിവസങ്ങൾ അമ്മക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് നമ്മുടെ ഈ യാത്ര. എനിക്കെന്തോ പേടിയാവുന്നു. വേണ്ട കേട്ടോ, ഏട്ടൻ അങ്ങ് പോവും. എനിക്കവിടെ വീണ്ടും കഴിയേണ്ടതാ. നീ പേടിക്കാതെ, അതിനു വേണ്ടി തന്നെയാ ഈ കഷ്ടപ്പാടെല്ലാം. ചിരിച്ചുകൊണ്ട് ഏട്ടൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ശ്യാമക്ക് ഒട്ടും നിശ്ചയമില്ലായിരുന്നു. സാജ് നേരെ പോയത് വറീദിന്റെ ചായപ്പീടിയിലേക്കായിരുന്നു. അച്ഛനെയും കൂട്ടി ഓട്ടോയിൽ കയറുമ്പോൾ നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് സാജിൻ അവരിൽ നിന്ന് മറച്ചു വെച്ചു. യാത്രക്കിടയിൽ എവിടേക്കാ മോനെ എന്നുള്ള ചോദ്യത്തിന് പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാം വഴിയെ പറഞ്ഞുതരാ എന്ന് പറയുമ്പോൾ അമ്മ ശ്വാസം അടക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ഓട്ടോ ചെന്ന് നിന്ന് തൻ്റെ കൂട്ടുകാരിയും വക്കീലുമായ സംഗീതയുടെ വീട്ടുപടിക്കലായിരുന്നു. ഓട്ടോയിൽ നിന്നിറങ്ങിയ ശ്യാമ മതിൽ കണ്ട ബോർഡ് വായിച്ച് തനിച്ചിന്ന് പോയി. എന്തിനായിരിക്കും ഏട്ട എന്നെയും അച്ഛനെയും കൂട്ടി ഇവിടെ വന്നിരിക്കുന്നതിനുള്ള ഉത്തരം അവൾ എത്ര ആലോചിച്ചിട്ടോ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. അവരുടെ വീട്ടിലേക്ക് നടക്കുമ്പോൾ തൻ്റെ കാലുകൾക്ക് ശക്തി ക്ഷയിച്ച പോലെ തോന്നിയവൾക്ക് എന്തോ ഒരു വലിയ അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ഒറ്റയടി വെച്ചവൾ മുൻപോട്ട് നടന്നു. സുഖാന്വേഷണങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ് അവൻ അക്കാര്യത്തിന് തുടക്കമിട്ടത്. സംഗീതേ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും കൂടിയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നത്. എന്താണ് ഇത്ര വലിയ കാര്യം എന്നവർ ആകാംക്ഷയോടെ തിരക്കിയപ്പോൾ അച്ഛൻ ശ്യാമയുടെ വിളറിയ മുഖത്തേക്ക് നോക്കിയായിരുന്നു. എൻ്റെ ഈശ്വര, ഇനി ഇവനെങ്ങാനും ഇവളെ ഉപേക്ഷിക്കാനുള്ള വല്ല പുറപ്പാടുമാണോ? പിന്നീട് അങ്ങോട്ട് അവൻ്റെ തുറന്നു പറച്ചിലായിരുന്നു. അത് വേറൊന്നുമല്ല സംഗീതേ, വീടും പറമ്പൊന്നും ഭാഗം വെക്കണം. അതുവരെ നിശബ്ദനായിരുന്ന അച്ഛൻ്റെ ശബ്ദത്തിന് ഒച്ചയുണ്ടെന്ന് അന്നാണ് അവന് മനസ്സിലായത്. അതിനെന്തിനാടാ ഇത്ര തിടുക്കം? എൻ്റെ കാലം കഴിഞ്ഞു പോരെ? പോരാ, ഇതാണതിന് പറ്റിയ സമയം. കാര്യങ്ങൾ ഈ നിലക്കാണെങ്കിൽ ഞാനും എൻ്റെ പെണ്ണും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. താൻ അറിഞ്ഞതും ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങളെയും കുറിച്ച് അക്കമിട്ട് നിരത്തിയപ്പോൾ അച്ഛന് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും നാൾ ഞാൻ അച്ഛൻ്റെ മകനായിരുന്നിട്ടും ആളുകളുടെ കണ്ണിൽ ഭാഗീരഥി അച്ഛനും രാഘവൻ അമ്മയുമാണ്. ഇനിയെങ്കിലും കുന്നത്തുപറമ്പിൽ രാഘവന്റെ പേരിൽ എനിക്ക് അറിയപ്പെടണം. കുന്നത്തുപറമ്പിൽ രാഘവൻ ഒരു അച്ഛനേക്കാൾ ഉപരി ഒരാണായി കാണാനുള്ള ആഗ്രഹം കൊണ്ടാ. മോനെ, അമ്മയോട് ഒരു വാക്കുപോലും ചോദിക്കാതെ നീ എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് പിന്നീട് തോന്നരുത്. അമ്മയോട് ചോദിച്ചിട്ടാണോ അച്ഛൻ ഇത്രയും നാൾ ജീവിച്ചത്? ഇനിയെങ്കിലും സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. അമ്മയുടെ സാരി തുമ്പിലാണ് രാഘവേട്ടനെന്ന് ആൾക്കാരോട് പറയിപ്പിക്കാതെ ശ്രമിച്ചുകൂടെ അച്ഛന്? പെൺകോന്നനെന്ന ഇരട്ടനാമത്തിനെങ്കിലും ഒരു മോചനം ഉണ്ടാവട്ടെ. ഭാര്യമാരെ സ്നേഹിക്കണം, അത് സ്വന്തം വ്യക്തിത്വത്തിൽ നിന്ന് മാത്രമായിരിക്കണം. ഇത്രയും ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല. അമ്മയുടെ വാക്കുള്ള അച്ഛൻ ഒതുങ്ങിപ്പോകുന്ന കാണുമ്പോൾ ഹൃദയം നുറുങ്ങുക. അച്ഛനോട് എനിക്ക് ബഹുമാനേ ഉള്ളൂ. അത് അച്ഛൻ ആ വീടിന്റെ നെടുന്തൂഴാണെന്ന് കരുതുന്നോണ്ടാ. അച്ഛൻ്റെ ചുണ്ടുകൾ വിറക്കുന്ന കണ്ടപ്പോൾ താനീ പറഞ്ഞില്ല അച്ഛന് വേദനിച്ചെന്നവന് മനസ്സിലായി. എന്നാലും മോനെ, മീനുവിന് വല്ലതും കൊടുക്കണ്ടേ? അവൾക്കൊന്നും കൊടുക്കില്ലെന്ന് ആര് പറഞ്ഞു? സ്ഥലത്തിന്റെ പാതി അവൾക്കുള്ളതാ. ഇതുവരെ കൊണ്ടുപോയതിനൊന്നും ഞാൻ കണക്ക് ചോദിക്കുന്നില്ല. അച്ഛൻ്റെയും അമ്മയുടെയും കാലശേഷം മാത്രമേ അവൾക്കതിന് അവകാശം ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഒരു കാര്യം, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഞാൻ എൻ്റെ പെണ്ണിൻ്റെ പേരിൽ എഴുതും. അത് അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഇവളാണ് ആ വീടിൻ്റെ വിളക്ക്. ഇന്നലെ വരെ കരിന്തിൽ കത്തിക്കൊണ്ടിരുന്നവരുടെ സ്വപ്നങ്ങൾക്ക് ഇത്തിരി വെളിച്ചം കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഭർത്താവായിട്ട് ഞാൻ പിന്നെന്തിനാ? ഞാനീ പറയുന്നതിന് അച്ഛന് സമ്മതമല്ലെങ്കിൽ ഇന്ന് തന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങും. ജീവിതം മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കാനുള്ളതല്ല, അത് സന്തോഷത്തോടെ ജീവിച്ച് അനുഭവിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് പൂർണ്ണ സമ്മതാ മോനെ. ഇരുളീന്ന് വെളിച്ചത്തിലേക്ക് കയറിയ പോലെ തോന്നുക എനിക്ക്. അവൻ അച്ഛനെ കെട്ടിപ്പിടിച്ചു. അറിയാതെയാണെങ്കിലും ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി. നിന്നോട് എനിക്ക് അഭിമാനം തോന്നുക മോനെ. പറഞ്ഞു തീരുന്നതിന് മുമ്പായി അവൻ അച്ഛൻ്റെ വായി പൊത്തിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ പറയുന്നത് അച്ഛൻ, ഞാനെന്നും അച്ഛൻ്റെ മോൻ തന്നെയാണ്. വക്കീൽ തയ്യാറാക്കിയ പത്രങ്ങളിൽ ഒപ്പുവെക്കുമ്പോഴും അച്ഛൻ്റെ കണ്ണുകൾ തോർന്നിരുന്നില്ല.
തിരിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അച്ഛൻ്റെ പുറകിൽ അവരിരുവരും കൈകൾ ചേർത്ത് നടന്നു വരുന്ന കണ്ട് ഒരു ഭദ്രകാളിയെ പോലെ അമ്മ ഉറഞ്ഞുതുള്ളി വന്ന് നിന്നു. നിങ്ങൾ ഇത് എവിടെ പോയി കിടക്കായിരുന്നു മനുഷ്യ എന്ന അമ്മയുടെ ചോദ്യത്തിന് അച്ഛൻ പറഞ്ഞ മറുപടി കേട്ട് സ്വിച്ചിട്ട പോലെ സാജനും ശ്യാമയും നിശ്ചലനായി നിന്നു. നിന്റെ 16 അടിയന്തരത്തിന് കുറച്ച് വിറക് വാങ്ങാൻ പോയതാ, എന്തേ? ഉള്ളിൽ ചിരി പൊട്ടിയെങ്കിലും പുറത്ത് കാണിക്കാതെ അവർ അകത്തേക്ക് കടക്കുമ്പോൾ അമ്മയുടെ ദേഷ്യം മുഴുവൻ അച്ഛനോടായിരുന്നു. നിങ്ങൾക്ക് എന്താ പ്രാന്ത് പിടിച്ചോ? അതിനു മറുപടി വരാതെ കയ്യിലിരുന്ന പേപ്പറുകൾ അമ്മയുടെ മുഖത്തേക്ക് വലിച്ചെറിയുമ്പോൾ ഒരു ഗൃഹനാഥന്റെ ആവേശം അച്ഛനിൽ കെട്ടടങ്ങിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അതിലെഴുതിയ തിരക്കിട്ട് അമ്മ വായിക്കുമ്പോൾ അമ്മയുടെ കണ്ണുകൾ നിറയുന്ന അവൻ കണ്ടില്ലെന്ന് അടിച്ചു. നീയും ചേർന്നാണോടാ ഇതെല്ലാം എൻ്റെ മോള്? മുറിയിലേക്ക് എടുത്തു വെച്ച കാൽ പിൻവലിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. മോളോ? പറഞ്ഞു കേട്ടില്ല. അപ്പൊ ഇതാരാ? ശ്യാമയെ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അമ്മയുടെ മനസ്സിലെ കറ നീക്കി ഒന്നുകൂടി വായിച്ചു നോക്ക്. അല്ല, അമ്മക്ക് കരയാനൊക്കെ അറിയും. കുന്നത്ത് രാഘവന്റെ ഭാര്യ ഭാഗീരഥ തന്നെയാണ് ഇത്. തന്നെ തുറച്ചു പോയിക്കൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ അവൻ തുടർന്നു. ഇവൾ അമ്മയെ സ്നേഹിച്ച പോലെ അമ്മയുടെ മകൾ പോലും അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. അത് അമ്മ അടുത്ത് തന്നെ തിരിച്ചറിയും. ഇവിടെ നിന്നുള്ള വരവ് നിൽക്കുമ്പോൾ അവിടെ ഇങ്ങോട്ടുള്ള ഈ വരവ് നിൽക്കും. മക്കള് മാതാപിതാക്കൾക്ക് തുണയാകുന്ന പോലെ അവർ തിരിച്ചും ആഗ്രഹിക്കും. മാതാപിതാക്കളുടെ കളങ്കമില്ലാത്ത സ്നേഹവും വാത്സല്യവും എന്നും കൂടെ ഉണ്ടായിരിക്കണമെന്ന്. ശ്യാമ വന്നു കയറിയ പെണ്ണായിരിക്കും, ഇവളും അമ്മയുടെ മകൾ തന്നെയാ. എന്നെങ്കിലും അവൾ നൽകിയ സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും അമ്മ തിരിച്ചു നൽകിയിട്ടുണ്ടോ? അമ്മയുടെ മകളെയാണ് ഇവിടെ ഇതുപോലെ അവർ ദ്രോഹിക്കുന്നെങ്കിൽ അമ്മ കയ്യും കെട്ടി നോക്കി നിൽക്കുമോ? ഇവിടെ ഒരു അനാഥ പെണ്ണായി പോയില്ലേ? അവൾക്ക് ആരുമില്ലാത്തതുകൊണ്ടല്ലേ അമ്മക്ക് ഇതുപോലെയെല്ലാം പെരുമാറാൻ കഴിഞ്ഞത്? അവൾക്ക് അമ്മയുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നട്ടിലുള്ള ഒരു ഭർത്താവുണ്ടെന്ന കാര്യം അമ്മ ഓർത്തു കാണില്ല. 10 ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നില്ല. നാളെ തന്നെ ഞങ്ങൾ യാത്ര ഇരിക്കുകയാണ്. സ്നേഹം എന്തെന്ന് കുറച്ച് നാൾ അവൾ അനുഭവിക്കട്ടെ. ഇതും കൂടി കേട്ടോളൂ. ഇവളെ ഞാൻ കൊണ്ടുപോകണമെന്നറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് അമ്മയെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലെന്നായിരുന്നു. അമ്മ പെറ്റു വളർത്തിയ അമ്മയുടെ മോളെക്കാളും ഇവൾ അമ്മയെ സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തിരിച്ചറിയാൻ അമ്മക്ക് കഴിഞ്ഞില്ല. നിങ്ങളൊരു സ്ത്രീയല്ലേ? മക്കളുടെ സ്നേഹം തിരിച്ചറിയുന്നൊരു ദിവസം അമ്മയെ തേടി വരും. അന്ന് ഞങ്ങൾ വരും അമ്മയുടെ വിളിപ്പുറത്ത്. അമ്മക്കിനി അച്ഛനുണ്ട്, അതുപോലെ അവൾക്കിനി ഞാനുണ്ട്. ഒറ്റ ശ്വാസത്തിൽ അവരത് പറഞ്ഞു മുഴുമിക്കുമ്പോൾ തൊട്ടടുത്ത് ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയായിരുന്നു ശ്യാമ. ആ പൗരുഷത്തിന് മുമ്പിൽ അവൾക്കൊന്നും തന്നെ ശബ്ദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിറ്റേന്ന് തന്നെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് യാത്ര ചോദിക്കാൻ അവരുടെ മുമ്പിൽ തൊഴുകയോട് ചെന്നിരുന്ന ശ്യാമയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അമ്മ മുഖം തിരിച്ച് നിന്നു. അമ്മക്ക് അവളെ കെട്ടിപ്പിടിച്ചൊന്ന് മാപ്പ് പറയണമെന്നുണ്ടായിരുന്നു. തന്നിൽ അവശേഷിച്ച അഹന്തയുടെ പിടിമുറുക്കം അവരതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഒന്നും മിണ്ടാതെ അവർ നിന്നു. യാത്ര പറഞ്ഞ് അവർ പടി കടന്നു പോകുന്നത് നിറകണ്ണുകളോടെ നിൽക്കുന്നവരെ കണ്ടപ്പോൾ ആശ്വസിപ്പിക്കുന്നതിന് പകരം ആക്രോശിക്കുകയായിരുന്നു അപ്പോൾ അച്ഛൻ. എന്തുവാടി നിന്ന് മോങ്ങണത്? പോയൊരു ചായ കൊണ്ട് വാടി. നിന്റെ കയ്യിൽ നിന്ന് ചായ കുടിച്ചിട്ട് വർഷങ്ങളായി.